ഹൃദയത്തിനും പ്രാധാന്യം കൊടുക്കണം. അത് പ്രാധാന്യം കൊടുക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ആശംസാ വാചകങ്ങൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد شر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മഹാന്മാരായ നേതാക്കളെ, ആലിമീങ്ങളെ, ബഹുമാനപ്പെട്ട ഉമറാക്കളെ, ദീനിന്റെ സഹായികളായ യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, നാം എല്ലാം ഒരുമിച്ചുകൂടിയ ഈ പ്രവർത്തനം അല്ലാഹു സാലിഹായ അമലായി കബൂലാക്കട്ടെ. ഖബർ ജീവിതം, രക്ഷയും ശിക്ഷയും എന്നതാണ് വിഷയം. ഇത് വളരെ ഗൗരവത്തിൽ നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. പറഞ്ഞാൽ തീരുമോന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും പരമാവധി കാര്യങ്ങൾ പറയാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയാനകമായ ഒരു സംഗതിയാണ്. അതിവിടെ നമ്മൾ പോവുകയാണ്. അത് വല്ലാത്ത ഒരു വേദനയുള്ള ഒരു രംഗമാണ്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇതിനു മുമ്പുള്ള ഒരു അവസ്ഥയെ നമ്മൾ അറിയില്ല. നമ്മളെ ഉമ്മയുടെ വയറ്റിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് നമുക്കത് ഓർമ്മയില്ല, നമുക്കറിയില്ല. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോവാം. ഈ ഓർമ്മ നമ്മളിൽ എന്നും നിലനിൽക്കുകയും ചെയ്യും. അതാണ് ആ പോക്ക്. അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് രണ്ട് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ആലമുൽ അർവാഹിൽ നമ്മൾ ജീവിച്ചിരുന്നു, ഓർമ്മയില്ല. പിന്നെ നമ്മൾ ഉമ്മാന്റെ ഉദരത്തിൽ ജീവിച്ചിരുന്നു, ഓർമ്മയില്ല. എന്നാൽ ഈ ജീവിതത്തെക്കുറിച്ച് എന്നുമെന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവും. എന്നും നമ്മളെ മനസ്സിന്റെ ഉള്ളിലേക്ക് അത് ഇങ്ങനെ തങ്ങി നിൽക്കും. ഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير. നരകത്തിൽ കിടക്കുമ്പോൾ മനുഷ്യർ പറയും എന്നാണ്, നീ ഞങ്ങൾക്ക് ആയുസ് നൽകിയപ്പോൾ ചെയ്യാൻ വിട്ടുപോയ കാര്യം ഇനി ഒരിക്കൽ ആയുസ് നൽകിയാൽ ചെയ്യാം എന്ന് പറയും. അപ്പോൾ ആയുസിനെ പറ്റി ഓർമ്മയുണ്ട്. ആ ആയുസിൽ ചെയ്തതിനെ കുറിച്ച് ഓർമ്മയുണ്ട്. കിതാബ് ലഭിക്കുമ്പോൾ പറയും, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അസ്വാഹാ. ഇനി നല്ലവർ പറയും, നല്ലവർക്കും ബോധമുണ്ടാവും, എല്ലാവർക്കും ഉണ്ട്. ഫയഖൂലു ഹാഉം ഇഖ്റഉ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. കിതാബ് ലഭിക്കുമ്പോൾ നല്ല മനുഷ്യർ പറയും, എന്ത് പറയും? ഓടി വരൂ, ഓടി വരൂ, എന്റെ കിതാബൊന്ന് നോക്കൂ. അല്ലാഹു പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. എന്റെ കിതാബ് എല്ലാവരും വായിക്കുവീൻ, എന്റെ കിതാബ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുവീൻ എന്ന് വളരെ കൗതുകത്തോടെ നല്ല മനുഷ്യർ കിതാബ് കിട്ടിയവർ പറയും. എന്നിട്ട് ആ മനുഷ്യന് ന്യായം പറയും, എനിക്ക് ഇങ്ങനെ ഒരു കിതാബ് കിട്ടാനുള്ള കാരണം ഇന്നി ളനന്തു അന്നി
മുലാഖിൻ ഹിസാബിയാ. ഇങ്ങനെ ഒരു കിതാബ് കിട്ടും എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം എനിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന്. നല്ലവരോടും മോശപ്പെട്ടവർ. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫനാ അൻക ഗിതാക ഫബസറുക അൽയൗമ ഹദീദ്. അടിച്ചു തൊളിച്ചു കൊണ്ടുപോകുന്ന മലക്കുകൾ പറയും, നേരത്തെയുള്ള ജീവിതത്തിൽ നീ ഈ ജീവിതത്തെ മറന്നിരുന്നല്ലോ എന്ന് പറയും. എന്നാൽ ആ ജീവിതത്തിൽ നീ ഈ ജീവിതത്തെ മറക്കൂല. കഅന്നഹും യൗമ യറൗനഹാ ലം യൽബഥു ഇല്ലാ അശിയതൻ ഔ ളുഹാഹാ. ഒരു പ്രധാന പ്രഭാതമോ പ്രദോഷമോ ഒരു ഉത്തരാഹനമോ ഒരു പ്രദോഷമോ താൻ ഇവിടെ ജീവിച്ചോ എന്ന ഒരു ബോധം അവനുണ്ടാകും. ജീവിച്ചിട്ടുണ്ട് ബോധമുണ്ടാവും. ചുരുക്കത്തിൽ അങ്ങനെ ഒരു ജീവിതമാണ് ഈ ജീവിതം. ഇവിടെ നിന്ന് നമ്മൾ അങ്ങനെ പിരിഞ്ഞു പോകും. വല്ലാത്തൊരു സംഗതിയാണ്. നിങ്ങൾ ചിന്തിക്കുക, എത്ര വിശാലമായ പന്തലിന്റെ ചുവട്ടിലായിരിക്കുന്നത്. ഇവിടെ മറക്കണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. ഇവിടെയും തുറന്നിടണമെന്ന് പറഞ്ഞിരുന്നില്ല. പിന്നെ അവർ പറഞ്ഞു ഇവിടെ മറച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കാസറ്റ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ മറപ്പിച്ചത്. എന്തുകൊണ്ട് സ്വാതന്ത്ര്യം ഈ ഒരു നാട പോലെയുള്ള ഈ ഒരു തുണി പോലും എന്നെ വിഷമിപ്പിക്കുന്നു. ഈ ഒരു തുണി എന്നെ വിഷമിപ്പിക്കും. ഇതും വേണ്ടായിരുന്നു. വെളിച്ചം, ഇങ്ങെത്ര വെളിച്ചം നോക്കൂ നിങ്ങൾ. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, മനുഷ്യനാലോചിക്കണം. അവന്റെ മുകളിൽ കല്ല് വരുന്നു, മണ്ണ് വരുന്നു. അവൻ 6 അടി മണ്ണിലേക്ക്, 6 അടി എന്ന് ധരിക്കപ്പെടുന്ന മണ്ണിലേക്ക് ചിലപ്പോൾ 6 അടിയുമില്ല. 6 അടി എന്നാണ് പറയാ, പക്ഷേ ഇന്ന് 6 അടിയൊന്നും ആവുന്നില്ല. അങ്ങനെയാണ്. അവിടെ അവനെ കൊണ്ടുപോയി കിടത്തുക. ഖബറന്നു കേട്ടാൽ തൽക്ഷണം നെത്തേണ്ടടാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടടാ. ആര് പറഞ്ഞു? ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ കവിയായിരുന്ന തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി. മൗഫിറത്ത് നൽകട്ടെ. എത്രയാ അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാന ഉസ്മാൻ ഇദാ വഖഫ അലാ ഖബറിൻ ബകാ. ഏതൊരു ഖബറിന്റെ കരയിൽ അരികിൽ നിന്നാലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ കരയുമായിരുന്നു. പൊട്ടി കരയും. ഖബർ കണ്ടു നിൽക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാന് കഴിയുമായിരുന്നില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ കരയും റളിയല്ലാഹു അൻഹു. അത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. ഹത്താ യബ്തല്ല ലിഹയതുഹു. അദ്ദേഹത്തിന്റെ താടി നനയുന്നത് വരെ പൊട്ടിക്കരയുമായിരുന്നു സയ്യിദുനാ ഉസ്മാൻ. അപ്പോൾ സ്വഹാബികൾ ഒരിക്കൽ ഉസ്മാൻ ബിൻ അഫ്ഫാനോട് ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട്, അൻഹാനീൻ അന്ന ഉസ്മാൻ ഇദാ വഖഫ അലാ ഖബറിൻ ബകാ ഹത്താ യബ്തല്ല ലിഹയതുഹു ഫഖീല ലഹു തുദക്കറുൽ ജന്ന. സ്വർഗ്ഗത്തെ പറ്റി നിങ്ങളോട് പറഞ്ഞു തരുന്നു, വന്നാറു നരകത്തെ പറ്റിയും. വലാ തബ്കി, നിങ്ങൾ കരയുന്നില്ലല്ലോ, എന്നാൽ വാ തബ്കി മിൻ ഹാദാ. എല്ലാവരും ചിന്തിക്കണം. ഇന്നലെ വൈകുന്നേരം എന്റെ ഭാര്യയുടെ പിതാവ്, ഇന്നലെ ഈ നേരത്തെ എന്ത് ആഹ്ലാദമുള്ള ഒരാളായിരിക്കും ആ മനുഷ്യൻ. ഇന്നോ കഴിഞ്ഞില്ല. മനുഷ്യരെ നമ്മൾ ചിന്തിക്കണം. നാളെ നമ്മളും അങ്ങനെ ആകുമെന്ന് ആലോചിക്കണം. അള്ളാഹു ഒരിക്കൽ പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. നമ്മൾ ചിന്തിക്കുകയും മനുഷ്യരെ ഇത് ചിന്തിക്കണ്ടേ. ഖബറിന്റെ അരികിൽ വന്ന് നിന്ന് പൊട്ടിക്കരയുമായിരുന്നു സയ്യിദുനാ ഉസ്മാൻ. സ്വർഗത്തെ പറ്റി പറയും, നിങ്ങൾക്കറിയാറില്ലല്ലോ. വന്നാറോ നരകത്തെ പറ്റി പറയും, വലാ തബ്കി, അപ്പോഴും കരയാറില്ലല്ലോ. എന്നിട്ട് വതബ്കി മിൻ ഹാദാ, ഇതിനെപ്പറ്റി കേട്ടാൽ നിങ്ങൾ പൊട്ടിക്കരയും. എന്താണ് ഉസ്മാനെ എന്ന് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാനോട് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായി തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി എന്ന് പറയുന്നു. സയ്യിദുനാ ഉസ്മാൻ ഖബറു കണ്ടാൽ പിന്നെ ഒഴുകുന്നതാതിരുനിരു കണ്ണുകൾ ക്ഷണം തന്നെ. ചോദിച്ചു, എന്റെ